അങ്ങനെ തേർഡ് എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൂഫി സോറോയ്ക്ക് അവന്റെ വാളുകൾ തിരിച്ചു കൊടുക്കുന്നു. സോറോ അത് ഉപയോഗിച്ച് സ്വയം മോചിതനാവുകയും മറൈൻസിന്റെ അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ജീവനോടെ ഉണ്ടെങ്കിൽ ലൂഫിയുടെ ക്രൂവിൽ ചേരുമെന്ന് സോറോ പ്രോമിസ് ചെയ്യുന്നു. ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് പവറും സോറോയുടെ 3 ഷോട്ട് സ്റ്റൈൽ കണ്ടിട്ടും ക്യാപ്റ്റൻ മോർഗൻസ് തന്റെ സൈനികരെ അവർക്ക് നേരെ ആക്രമിക്കാൻ ഉത്തരവിടുന്നു. പിന്നെ മോർഗൻ തന്നെ ഫൈറ്റിലേക്ക് നേരിട്ടിറങ്ങി. അവന്റെ വലത് കൈ ഒരു കോടാലിയുടെ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ലൂഫിയും മോർഗനും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ ഹെൽമപ്പോ കോബിയെ പിടിച്ചു വെച്ച് വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആ സമയം ലൂഫിയുടെ ശ്രദ്ധ തിരിയുമ്പോൾ മോർഗൻ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലൂഫി ഹെൽമപ്പോയുടെ മുഖത്തുണ്ട് ആഞ്ഞിടിക്കുന്നുണ്ട്. ആ സമയം ലൂഫിയുടെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിക്കുന്ന മോർഗനെ സോറോ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. മോർഗന്റെ അധികാര ദുരുപയോഗത്തെക്കുറിച്ച് മുമ്പ് തന്നെ അറിഞ്ഞിരുന്ന മറൈൻസും ഇനി യുദ്ധം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അവർ മോർഗനെ അറസ്റ്റ് ചെയ്യുകയും അധികാരത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. ലൂഫിയും സോറോയും കോബിയും അവിടെ നിന്ന് പുറത്തു വന്നതിന്റെ സന്തോഷത്തിൽ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നു. അവിടെ വെച്ച് കോബി വൺ പീസ് വേൾഡിന്റെ മാപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വേൾഡിനെ നോർത്തും സൗത്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലാൻഡാണ് റെഡ് ലൈൻ എന്നും അതിനെ ക്രോസ് ചെയ്ത് കിടക്കുന്ന സമുദ്രമാണ് ഗ്രാൻഡ് ലൈൻ എന്നും അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ എല്ലാം അവസാനമാണ് ഗോൾഡി റോജർ തന്റെ ട്രഷർ ആയിട്ടുള്ള വൺ പീസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മോർഗനെ അധികാരത്തിൽ നിന്നും മാറ്റിയ ശേഷം വന്ന പുതിയ നേവൽ കമാൻഡർ കോബിയുടെ അഭ്യർത്ഥന പ്രകാരം അവനെ മറൈൻസിൽ ചേരാൻ സമ്മതിക്കുന്നു. എന്നാൽ ലൂഫിയും സോറയും പൈററ്റ്സ് ആയതിനാൽ ആ ഒരു ടൗൺ വിട്ട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. പകരം ഇവിടെ നടന്നൊന്നും ഹെഡ് ഓഫീസിൽ അറിയിക്കില്ലെന്ന് അവർ പറയുന്നു. അത് സമ്മതിച്ച് ലൂഫിയും സോറയും അവരുടെ യാത്ര തുടരുന്നു. ഇതെല്ലാം നടക്കുന്ന സമയം നമ്മൾ നേരത്തെ കണ്ട പെൺകുട്ടി ഗ്രാൻഡ് ലൈന്റെ മാപ്പ് തേടി നേവൽ ബേസിലെത്തുന്നു. പക്ഷെ മാപ്പ് അവിടില്ല. മാപ്പ് മറ്റൊരു കടൽ കൊള്ളക്കാരനായിട്ടുള്ള ബഗി മോഷ്ടിച്ചുവെന്ന് അവൾ അറിയുന്നു. അവനെ നേരിടാനും ആ മാപ്പ് തിരിച്ചെടുക്കാനും അവൾ അവന്റെ കപ്പലിലേക്ക് കയറുന്നു. അങ്ങനെ അവിടെ തേർഡ് എപ്പിസോഡും അവസാനിക്കുകയാണ്.